നമസ്കാരം. ഞാനാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് യൂട്യൂബ് ചാനലിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് എന്നും ജ്യോതിഷപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം 2024 ഡിസംബർ മാസം 31 സർവീശ്വര പൂജ ചെയ്യുന്നുണ്ട്. 2025 വർഷം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി മഹാദേവ സന്നിധിയിൽ ഒരു സർവീശ്വര പൂജ ഡിസംബർ മാസം 31 രാത്രി 11:30 മുതൽ 12:10 വരെയുള്ള സമയത്ത് ചെയ്യുന്നുണ്ട്. അതിലെല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളാകണം. എല്ലാവരുടെയും കുടുംബം 2025 വർഷം അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ കുടുംബത്തിൽ രോഗത്താലോ ദുഃഖത്താലോ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകാതെ മഹാദേവൻ നിങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കണം. അതിനുവേണ്ടി മുന്നമേ മഹാദേവനെ അറിയുകയാണ്. 2025 വർഷം മഹാദേവനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടാകുവാൻ, കുടുംബത്തിലുണ്ടാകുവാൻ, മക്കളുടെ മേലുണ്ടാകുവാൻ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുവാൻ, നിങ്ങളുടെ തൊഴിൽ മേഖലയിലുണ്ടാകുവാൻ മഹാദേവനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നു. ഈ സർവീശ്വര പൂജയിൽ പ്രിയപ്പെട്ടവരെല്ലാവരും പങ്കാളികളാകണം. ആരും ഉപേക്ഷ വിചാരിക്കരുത്. എന്നെ ഓഫീസിൽ വന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ എന്നെ അറിയാം, അല്ലാത്തവരൊക്കെ എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി സർവീശ്വര പൂജയിൽ പങ്കുചേരുക. എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേരണം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇനിയും നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം ലൈവായിട്ട് ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഓഡിയോ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു. കാരണം സമയക്കുറവ് കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നക്ഷത്രഫലം ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലം പറയുന്നത് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വയെ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്നു. സൂര്യനും ചൊവ്വയുമൊക്കെയാണ് ശനിയാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ചക്രവർത്തി രാജയോഗം ചെയ്തു, അഥവാ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വയുടെ കേന്ദ്രഭാവത്തിൽ ശുക്രൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചൊവ്വ ബലവാനാണ്. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന ചൊവ്വ അവർക്ക് നേട്ടത്തെ കൊടുക്കുകയില്ല. അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അവർക്ക് സുഖം സ്വസ്ഥത ഏകനന്മ ഒക്കെ അനുകൂലമാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും. പക്ഷെങ്കിൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള മാതാവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അത് പ്രിയപ്പെട്ടവർ അറിയുക. കുടുംബസുഖം, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിതമുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്. എന്നാൽ ഈ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥങ്ങളൊക്കെ വരാനുള്ള സാഹചര്യമൊക്കെ നിലവിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം എല്ലാവരും സൂക്ഷിക്കണം. കാരണം എന്താണ്, ചൊവ്വാഴ്ച ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഈ ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വയ്ക്ക് 7-ലും 8-ലും ദൃഷ്ടിയുണ്ട്. അപ്പോൾ ശനിയെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഇവർ തമ്മിൽ ശത്രുത ഉണ്ടാകുമ്പോൾ ശനി മേടൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകുന്നു. ചന്ദ്രൻ ബലഹീനനാണ്, ബലമില്ലാത്തൊരവസ്ഥയിൽ കൂടി പോവുകയാണ്. ബലമുള്ള ചന്ദ്രനായിരുന്നെങ്കിൽ ഇതിനെയൊക്കെ പ്രതിരോധിച്ചേനെ. പക്ഷെങ്കിൽ ചന്ദ്രന് ബലമില്ല. അപ്പോൾ ചന്ദ്രന് ബലമില്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ തന്നെ ചിത്ര നക്ഷത്രത്തിൻ്റെ 2 പാദം വരെ ശനിയുടെ അഷ്ടമത്തിലുമാണ് ചന്ദ്രൻ. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു തരാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കണമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. നേട്ടങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ വന്നു തരാൻ സാധ്യതയുണ്ട്, ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എന്താണ് നേട്ടം? നിങ്ങൾക്ക് സുഖം സ്വസ്ഥത ദേഹതന്മയൊക്കെ അനുകൂലമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ അനർത്ഥങ്ങളോ നിങ്ങളെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സുഖം സ്വസ്ഥത ദേഹതന്മയൊക്കെ അന്തരം ഇല്ലാതായിപ്പോവും. അതാണ് ഒരു വിഷയം. ഈ ചൊവ്വയാണ് നിങ്ങൾക്ക് സുഖസ്വസ്ഥത ഏകനന്മ നൽകുന്നത്. പക്ഷെങ്കിൽ ചന്ദ്രനാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കാരകഗ്രഹം. ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് ശനിയുടെ ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് ഈ സുഖം സ്വസ്ഥത ഏകനന്മയൊക്കെ ഇല്ലാതാവും എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ ദിവസമാണ്. കാരണം ചൊവ്വ ബലമുള്ളൊരു ചൊവ്വ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ കർക്കിടക രാശിയിൽ ചക്രവർത്തി രാജയോഗം ചെയ്ത്, അഥവാ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ്. അവർക്ക് നേട്ടമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള നേട്ടം, ദാമ്പത്യ ജീവിതത്തിൽ കൂടിയുള്ള നേട്ടം, ഭാര്യ ഭർത്താവ് മുഖേന ഭൂമി സ്വത്തുവകകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസം അവർക്ക് നേട്ടമാണ്. പക്ഷെങ്കിൽ അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകാനുണ്ട്. ഇപ്പം ഭാര്യയും ഭർത്താവും പോയി അവകാശം മേടിച്ച് അല്ലെങ്കിൽ ഭൂസ്വത്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലൊക്കെ അവർ വാങ്ങിച്ചു കൂട്ടിയാൽ തന്നെയും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കലഹിക്കുവാനുള്ള സാധ്യത അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാനുണ്ട്. മേലധികാരികൾ മുഖേനയുള്ള തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ
ഇവരെ സംബന്ധിച്ച് ഈ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. കാരണം മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവമാണ്. ആ സഹോദര ഭാവത്തിൻ്റെ കാരകഗ്രഹം ചൊവ്വയാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത്. പക്ഷെങ്കിൽ കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രൻ ഇവർക്ക് 5ാം ഭാവത്തിലും 6ാം ഭാവത്തിലും ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഈ പറയുന്ന പോലുള്ള നേട്ടങ്ങൾ വന്നു ചേരണമെന്നില്ല. സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ഒരു ഭാവത്തിന് പുഷ്ടി വരണമെങ്കിൽ ആ ഭാവത്തിൻ്റെ അധിപനും ബലവാനായിരിക്കണം. ഇപ്പം 3ാം ഭാവം കൊണ്ട് പുഷ്ടി വരേണ്ട കാര്യം ആ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും ബലവാനാണെങ്കിൽ മാത്രമേ വരികയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ചൊവ്വ ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നു. ചൊവ്വ ഇവർക്ക് 12ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് നേട്ടങ്ങളും ചിലരെ സംബന്ധിച്ച് കോട്ടങ്ങളുമാണ് വന്നത്. അങ്ങനെ പറഞ്ഞത് കാരണം ഗ്രഹനിലയിൽ ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ അനുകൂലവും, ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ പ്രതികൂലവും വരും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും തൊഴിൽഗുണം അവർക്ക് ഉണ്ട്, തൊഴിൽഗുണമുണ്ട്, കുടുംബസുഖമുണ്ട്. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയുള്ള നേട്ടങ്ങളും ഇവർക്ക് അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അത് ശ്രദ്ധിക്കണം. അത് സംബന്ധിച്ചുള്ള ദോഷവശങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാനും സാധ്യതയുള്ള ദിവസമാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലർക്ക് തൊഴിൽ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ നേട്ടമായിട്ട് വരും, ചിലർക്കത് ദോഷമായിട്ട് വരും. കാരണം ഈ ചൊവ്വ എന്ന് പറയുന്നത് ഇവരുടെ 12ാം ഭാവത്തിൻ്റെ അധിപനും കൂടി ആയതുകൊണ്ടാണ്. 7ൻ്റെയും 12ൻ്റെയും അധിപനാണ് ചൊവ്വ. ആ ചൊവ്വയാണ് 3ൽ ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതാണ്. ചിലർക്ക് ഗ്രഹനിലയിൽ ജനിച്ച സമയത്ത് ഗ്രഹനിലയിൽ ദോഷം ചെയ്യാത്ത ഗ്രഹമായിട്ട് നിൽക്കുന്നവർക്കെല്ലാം അനുകൂലവും അല്ലാത്തവർക്ക് പ്രതികൂലവും വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല. ഭാഗ്യക്കേടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. കാരണം 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ലല്ലോ. 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ല, പ്രത്യേകിച്ച് ദോഷം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 4ാം ഭാവത്തിലും 5ലും കൂടി യാത്ര ചെയ്യുന്ന സമയമാണ്. ബലമില്ലാത്തൊരു ചന്ദ്രനാണ്. അപ്പോൾ ആ ഭാവത്തിന് പുഷ്ടിയില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഇവരുടെ 11ാം ഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള നേട്ടം, ജനിച്ച സമയത്ത് ചൊവ്വ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടുള്ളവർക്കെല്ലാം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. കാരണം ലാഭഭാവത്തിൻ്റെ അധിപനാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ ധനം വന്നു ചേരുവാനും അതുപോലെ തന്നെ കുടുംബസുഖത്തിനും സാധ്യതയുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. പക്ഷെങ്കിൽ ലാഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ജനിച്ച സമയത്ത് 11ാം ഭാവാധിപൻ ദോഷം ചെയ്യാത്തൊരു ഗ്രഹസ്ഥിതി ഉള്ള എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലാത്തവർക്ക് 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരിക്കലും കുടുംബത്തിനോ ധനസ്ഥിതിക്കോ യോജിച്ചൊരു കാര്യമല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്നു. 7ൽ സൂര്യൻ നിൽക്കുന്നു. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ദാമ്പത്യ ജീവിത സുഖക്കുറവിന് കാരണം. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നൊരു സമയമാണ് ഈ മിഥുനക്കുറുകാർ എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് നേട്ടമായിട്ട് ഇപ്പോൾ ഒന്നും തന്നെ ഒരു ഗ്രഹവും അവർക്ക് നേട്ടത്തെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അവർക്ക് 6ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഏറെക്കുറെ അനുകൂലമായ അനുഭവങ്ങളൊക്കെ അറിവിൻ്റെ അല്ലെങ്കിൽ വിദ്യ കൊണ്ടുള്ള അല്ലെങ്കിൽ സംസ്കാരം കൊണ്ടും സാക്ഷരത കൊണ്ടും അല്ലെങ്കിൽ അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും ഒക്കെയുള്ള ചെറിയ കുറേ നേട്ടങ്ങൾ, പെൺമക്കളെ കൊണ്ടുള്ള കുറച്ച് നേട്ടങ്ങൾ, അങ്ങനെയുള്ള കുറേ നേട്ടങ്ങൾ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരാത്തൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മിഥുനക്കുറുകാർ മനസ്സിലാക്കുക. അവർക്ക് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്ന ചൊവ്വാഴ്ച ദിവസം കൂടിയാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രനാണ് ഇവരുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയെ ബലവാനാക്കുന്നത്. അപ്പോൾ ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ദോഷവശങ്ങളും കൂടെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ്. ജന്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. ജന്മഭാവത്തിൽ ചൊവ്വ നിന്നാൽ എന്താണ്, ആൾക്കാർ പാപപ്രവർത്തികൾ ചെയ്യും, അവർക്ക് ദേഷ്യം പെട്ടെന്ന് വരും, അങ്ങനെ കോപം പൂണ്ട് പല കാര്യങ്ങളും, തെറ്റായ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആ ചൊവ്വയെ 7ൽ നിൽക്കുന്ന ശുക്രൻ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചൊവ്വ ബലവാനാകുന്നത്. ചൊവ്വ നീചരാശിയിലാണ് നിൽക്കുന്നത്. ബലവാനാകുന്നത് ഈ ശുക്രൻ്റെ വീക്ഷണം കൊണ്ടാണ്. ഒരു ഗ്രഹനിലയിൽ, ഒരു ജാതകൻ്റെ ഗ്രഹനിലയിൽ ഈ ചൊവ്വയും ശുക്രനും പരസ്പരം വീക്ഷിക്കുന്നുണ്ടെങ്കിൽ
അത് വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് 7-ലും ജന്മത്തിലും ആയിട്ടാണ് വീക്ഷിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാകുമെന്നാണ്. ഒരു ഗ്രഹനിലയിൽ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഒരു ഗ്രഹനിലയിൽ ലഗ്നാലോ ചന്ദ്രനാലോ ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു വിചാരിക്കുക. 7-ൽ കുജൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ചൊവ്വാദോഷമാണ്. കാരണം എന്താണ്? കലഹം. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മുഴുവൻ ജീവിതകാലം മുഴുവൻ കലഹം. അങ്ങനെയുള്ളവരുടെ ഗ്രഹനിലകളൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും യാതൊരു കാരണവശാലും ചേരത്തില്ല. ഈ മാതാപിതാക്കൾ നാൾ തമ്മിൽ ചേരുമോ? എന്നോട് വിളിച്ചു ചോദിക്കും, ഇന്ന നാളും ചേരുമോ? ഓക്കെ, ആ നാൾ തമ്മിൽ ചേരും. പക്ഷേ അവരുടെ ഗ്രഹനിലയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഗ്രഹനിലയിലുള്ള ദോഷത്തെക്കുറിച്ച് അവർ ചിന്തിക്കാതെ ഈ കല്യാണങ്ങൾ നടത്തും. ആ ചെറുക്കൻ്റെ അല്ലെ ആ പെൺകുട്ടിയുടെ ഗ്രഹനിലയിൽ ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നു, 7-ൽ ചൊവ്വ നിൽക്കുന്നു. ചൊവ്വാദോഷമാണ്. ഇനി തിരിച്ചായാലും ജന്മത്തിൽ ചൊവ്വ നിൽക്കുന്നു, 7-ൽ ശുക്രൻ നിൽക്കുന്നു. തിരിച്ചായാലും ദാമ്പത്യ ജീവിതത്തിൽ വഴക്കും പ്രശ്നങ്ങളുമായിട്ട് ജീവിതകാലം മുഴുവൻ പോവും. പിന്നെ പഞ്ചായത്ത് മെമ്പറെ വിളിക്കേണ്ടി വരും, രാഷ്ട്രീയക്കാർ ഇടപെടേണ്ടി വരും, സമുദായക്കാർ ഇടപെടേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കി വേണം കൈകാര്യം ചെയ്യാൻ. ഏത് സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആ സമയത്തിന് മുമ്പായിട്ടുള്ള അതിന് പരിഹാര പൂജകളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പം വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. അപ്പോൾ ഇതൊന്നും ആരും അങ്ങനെ ചെയ്യാറില്ല. എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താലും, എത്ര നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുത്താലും ഇതൊന്നും ആരും അംഗീകരിക്കണമെന്നില്ല, ചെയ്യണമെന്നുമില്ല. അതൊക്കെ വരുമ്പോൾ വരട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോകും. ഇതൊക്കെ പിന്നീട് ഒരു കുഞ്ഞിൻ്റെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് പോകുന്നത്. അതിന് ചിലപ്പോൾ 2 മക്കളായി കാണും. ആ സമയത്തൊക്കെ ആയിരിക്കും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. പിന്നെ ശത്രുതയാണ്, അവനെ തട്ടിയേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെയാണ് മനുഷ്യനുള്ളത്. നേരായ ചൊവ്വയിലുള്ള ചിന്താഗതികളൊന്നും എത്ര പറഞ്ഞു കൊടുത്താലും ആരും കേൾക്കത്തുമില്ല, അംഗീകരിക്കത്തുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഓരോ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി നിൽക്കുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുമല്ലോ, കർക്കിടകക്കുറുകാരുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പാപമധ്യത്തിലാണ്. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള സാമ്പത്തിക വിഷയങ്ങളോ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളിലൊക്കെ അവർ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കർക്കിടകക്കുറുകാരായിട്ടുള്ള പുരുഷന്മാർ അത് മനസ്സിലാക്കി അവരുടെ ഭാഗത്ത് സമയദോഷം കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ വന്നു ചേർന്നതെന്നുള്ളത് മനസ്സിലാക്കി അതൊക്കെ പരിഹരിച്ച് പോകണം എന്നുള്ള എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് ഈ ഉണ്ടാകേണ്ട സമയമാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇതൊക്കെ ഇല്ലാതെ പോകും. ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസം കുടുംബസുഖം ഒന്നും ഉണ്ടാകണമെന്നില്ല, കലഹത്തിനായിരിക്കും സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഈ കർക്കിടകക്കുറുകാർക്കുണ്ട് എന്നുള്ളത്. കുറേ നേട്ടം കേട്ടിട്ട് കാര്യമില്ല. ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രതിസന്ധികളെ പരിഹരിച്ചു കഴിഞ്ഞാൽ നേട്ടം വന്നില്ലെങ്കിലും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് കർക്കിടകക്കുറുകാർക്ക് ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. ചിലരുടെ ജീവിതത്തിൽ എല്ലാവരുടെയും കാണത്തില്ലായിരിക്കും, എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമാണ്. ഗ്രഹങ്ങൾ അങ്ങനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്നും ഇങ്ങനെ പറയുന്നതും. അപ്പോൾ കർക്കിടകക്കുറുകാർക്ക് തൊഴിൽ ഗുണം അനുകൂലമാണ് അവർക്ക്. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള സ്ഥിതി അവർക്ക് അനുകൂലമാണ്. പക്ഷെങ്കിൽ ഇതാണ് പ്രശ്നം. ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. കർക്കിടകക്കുറിലെ പുരുഷ ജാതകരുടെ ഭാര്യമാർ ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേടുകളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാലുന്ന ആളുകാർക്ക് 12-ാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്, ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ അനുകൂലമായ ഒരു ദിവസമല്ല, ആപത്തനടത്തങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. 12-ാം ഭാവത്തിൽ പാപഗ്രഹമായ ചൊവ്വ നിൽക്കുന്നു. അത് ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ ഇവർക്ക് ഭാഗ്യക്കേടുകളെ കൊടുക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇവർക്ക് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് ഇവരുടെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ അധിപനാണ് ഈ ചൊവ്വ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ദോഷവശങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം. അപ്പോൾ വാഹനം ഓടിക്കുന്നവർക്ക് സൂക്ഷിക്കണം, അപകടങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അവർക്ക് 7-ൽ ശനി നിൽക്കുന്നു. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പോകുമ്പോഴായിരിക്കും അപകടം സംഭവിക്കുക. കാരണം 7-ലെ ശനി എന്താണ്? ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളെ കൊടുക്കുന്നു. ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. ചൊവ്വാഴ്ച ദിവസം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. നേട്ടങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി പ്രത്യേകിച്ച് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ, അതായത് കുടുംബഭാവത്തിൽ ധനപരമായ വിഷയത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ശനിയുടെ അഷ്ടമത്തിലാണ്. ബലമില്ലാത്ത ഒരു ഗ്രഹമാണ്. ആയുസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളുടെ കുടുംബത്തിലെ സകല പ്രതിസന്ധികൾക്കും കാരണമാകുന്ന ഒരു ഗ്രഹസ്ഥിതിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ല. നിങ്ങൾ സൂക്ഷിക്കണം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച്
വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ഏറ്റവും രൂക്ഷമായിട്ട് ബാധിക്കുന്നത്. അതായത് 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങളുടെ അഷ്ടമത്തിൻ്റെ അധിപനാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അഷ്ടമത്തിൻ്റെ അധിപൻ ബലം പ്രാപിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണമല്ല, ദോഷമാണ് സംഭവിക്കുക. കാരണം അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ നീചനായിട്ടാണ്, ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ചന്ദ്രൻ കടന്നു പോകുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ, മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉൾപ്പെടെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ധനപരമായിട്ടുള്ള വിഷയങ്ങൾ, വളരെ പ്രതികൂലമായൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് പ്രത്യേകിച്ചും മനസ്സിലാക്കുക. അപ്പോൾ അത് നേട്ടങ്ങളൊന്നും തന്നെ നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് പ്രതിസന്ധികൾ തന്നെയാണ് വന്നു ചേരാൻ സാധ്യതയുള്ളൂ. എന്നാൽ ജനിച്ച സമയത്ത് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളുടെ 3ാം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ഈ 3ാം ഭാവത്തിൻ്റെ അധിപനായിട്ട് ഗ്രഹനിലയിൽ അനുകൂലമായ സ്ഥിതിയുള്ളവർക്ക് മാത്രം ഈ ചൊവ്വയെ കൊണ്ട് രാജയോഗം ലഭിക്കും. അതായത് ചക്രവർത്തി രാജയോഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് വലിയ നേട്ടമല്ല. ചന്ദ്രന് ബലമില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടും. അതൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യമാണ് ഉള്ളതെന്ന് കന്നിക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 12 നിൽക്കുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ആ തൊഴിൽ ഭാവത്തിൽ ഇവരുടെ 7ാം ഭാവത്തിൻ്റെ അധിപനും 2ാം ഭാവത്തിൻ്റെ അധിപനുമായ ചൊവ്വ ബലം പ്രാപിച്ച് നിൽക്കുന്നു, ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയം എല്ലാം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 10ൽ നിൽക്കുന്ന ചൊവ്വ പാപഗ്രഹമാണ്. പക്ഷെങ്കിൽ ആ 10ൽ ചൊവ്വ നിന്നാലും തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുക. മറ്റു വിഷയങ്ങളിൽ ധനസ്ഥിതി സംബന്ധിച്ചുള്ള വിഷയങ്ങളിലൊന്നും വലിയ നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം 10ാം ഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാത്തൊരു സാഹചര്യമാണ്. ഭാവപുഷ്ടിയില്ല. ആ ഭാവത്തിന് പുഷ്ടി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അവിടെ വന്നു നിൽക്കുന്ന ഗ്രഹം എന്ത് രാജയോഗം ചെയ്താലും നേട്ടം കിട്ടത്തുള്ളൂ. കാരണം ആ ഗ്രഹം ബലവാനാകുന്നു. നീചനായിട്ട് വന്ന ചൊവ്വ നീചഭംഗ രാജയോഗം ചെയ്ത് ബലവാനായാൽ പോലും ആ ഭാവത്തിൻ്റെ അധിപൻ ഇവിടെ നിൽക്കുന്നു എന്ന് നോക്കും. ആ ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിലാണോ, 12ലാണോ, 6ലാണോ നിൽക്കുന്നത്, ബലമുള്ളൊരു സ്ഥിതിയിലാണോ നിൽക്കുന്നത്, ശത്രുക്ഷേത്ര സ്ഥിതിയാണോ എന്നൊക്കെ എങ്ങനെ നോക്കിയാണ് ജ്യോതിഷത്തിൽ ഫലം പറയുന്നത്. അപ്പോൾ ബുധൻ്റെ ക്ഷേത്രത്തിലാണല്ലോ ഈ ഇത് നിൽക്കുന്നത്, ചന്ദ്രൻ നിൽക്കുന്നത്. ഇനി തുലാം രാശിയിലേക്ക് പോയാലും ശുക്രനും ബുധനും ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല. എന്നാൽ ദശാകാലത്തിന് നേട്ടമുള്ളവർക്ക് ആ നേട്ടം അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കാര്യമായ നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല. ഇനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ട് ചൊവ്വ നിൽക്കുന്നവർക്ക് ദാമ്പത്യ ജീവിത വിജയവും കുടുംബസുഖവും അവർക്ക് ലഭിക്കും. അപ്പോൾ അത് അവർക്ക് വലിയൊരു നേട്ടമാണ്. തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും ഉള്ള എല്ലാ നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ഭാഗ്യഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു. അവരുടെ 6ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ഈ ചൊവ്വ. അപ്പോൾ അവരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഏറെക്കുറെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ പൂർണ്ണമായിട്ടും വന്നു ചേരണമെന്നില്ല. ആ ഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ ഇവർക്ക് 2ാം ഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നത്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കുടുംബസുഖ ധനപരമായ നേട്ടമൊന്നും കൊടുക്കത്തില്ല. പക്ഷെങ്കിൽ ഗവൺമെൻറ് മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ഒരുപക്ഷെ ലഭിക്കാം. മേലധികാരികൾ മുഖേന തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കാം. തൊഴിലുകൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കാം എന്നുള്ളതല്ലാതെ ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമല്ല. പിന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കടബാധികം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അവർക്കൊരു ആശ്വാസം വന്നു ചേരുന്ന ദിവസമാണ് എന്നുള്ളതും ഒരു നേട്ടമായിട്ട് കാണുന്നു. അപ്പോൾ അതല്ലാതെ ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല. കാരണം ഭാഗ്യഭാവത്തിൽ അല്ലെങ്കിൽ ത്രികോണഭാവത്തിൽ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നത്. പക്ഷെങ്കിൽ അത് നേട്ടം വന്നു ചേരാത്തതിൻ്റെ കാരണം ആ ഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്നതുകൊണ്ടാണ് നേട്ടങ്ങളോ ഭാഗ്യകരമായ അനുഭവങ്ങളോ ഒന്നും വന്നു ചേരാത്തത്. ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല നല്ല സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഏതെങ്കിലും ഒരു തടസ്സം, ഒരു ഗ്രഹസ്ഥിതി മോശമാവുമ്പോൾ ആ വന്നു ചേരേണ്ടതായുള്ള നന്മകളെല്ലാം ഇല്ലാതായിപ്പോവും. അങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെ ജീവിക്കുമ്പോൾ പാഴായിപ്പോകുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട നന്മകൾ വന്നു ചേരേണ്ട സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താണ്, ചന്ദ്രൻ ആ ഭാവത്തിൻ്റെ അധിപൻ 9ാം ഭാവത്തിൻ്റെ അധിപൻ ബലമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വൃശ്ചികക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേർന്നേനെ. പക്ഷേങ്കിൽ ആ ഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്നത് കൊണ്ട് നേട്ടമില്ല. അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നു, 1 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ
ഞാനത് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അത് കിട്ടുമ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്താം. അപ്പോൾ എനിക്ക് നല്ല രീതിയിലൊന്ന് ജീവിതം മുമ്പോട്ട് പോകുമെന്ന് ക്രമീകരിച്ച് വന്ന് എല്ലാ കാര്യങ്ങളും ഒരു ക്രമീകരണം വരുത്തി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ആ പുള്ളിക്ക് പെട്ടെന്നൊരു വയ്യാഴിക, ഒരു അസുഖയുടെ പുള്ളി ആശുപത്രിയിലായിപ്പോയി. അപ്പോൾ എനിക്ക് ആ പൈസ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്ഥാനത്തായിപ്പോയി. അപ്പോൾ എൻ്റെ ജീവിതം പഴയതുപോലെ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോരുത്തരുടെയും ഈ ഗ്രഹങ്ങൾ കൊടുക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരുക. ഇപ്പോൾ ചക്രവർത്തി രാജയോഗം ചെയ്ത് അവരുടെ ജന്മഭാവത്തിൻ്റെ ഇതിനെ ചൊവ്വ ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുമ്പോൾ നേട്ടങ്ങളല്ലേ വന്നു ചേരണ്ടേ? ഭാഗ്യ പെരുമഴ പെയ്യേണ്ട സമയമാണ്. പക്ഷേങ്കിൽ ആ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ബലമില്ലാത്ത കറുത്തപക്ഷത്തിൽ കൂടി യാത്ര ചെയ്യുന്നു. അപ്പോൾ ഭാവപുഷ്ടിയില്ലാതെ വന്നു ചേരുന്നതുകൊണ്ട് ഈ ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. പിന്നെ ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ അതിൻ്റേതായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. ചൊവ്വാഴ്ച ദിവസം അഷ്ടമത്തിൽ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പലവിധ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക്. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായുള്ള നഷ്ടം അതൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അനുകൂലമായൊരു ദിവസമല്ല ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കും, അത് കൊടുത്തിരിക്കും. അത് ശുഭഗ്രഹം നിന്നാലും പാപഗ്രഹം നിന്നാലും അഷ്ടമത്തിൽ വന്നാൽ കഷ്ടത്തെ കൊടുക്കും. അത് ജനിച്ച സമയത്ത് ഈ ഗ്രഹം ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടാണ് അവരുടെ ഗ്രഹനിലയിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ദോഷവശങ്ങൾ, പുത്രദുഃഖം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ 12ാം ഭാവത്തിൻ്റെ നഷ്ടത്തിൻ്റെ പെരുമഴയായിരിക്കും. എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടം തന്നെ സംഭവിക്കാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. പ്രതിസന്ധി നിറഞ്ഞൊരു ദിവസമാണ്. പിന്നെ ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്ത ഗ്രഹമായിട്ടാണ് ചൊവ്വ ഉള്ളതെങ്കിൽ വലിയ ദോഷമോ പുത്രദുഃഖമോ ഒന്നും വന്നു ചേരത്തില്ല. അല്ലാത്ത പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം, പ്രതിസന്ധികളും ശത്രുതകളും കലഹവും ഒക്കെ, കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മാറും എന്നുള്ളത്, പരാജയമായിരിക്കും കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ, 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 4ാം ഭാവത്തിൻ്റെയും 12ാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് അവരുടെ ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പരസ്പരം കലഹിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിലേ ഈ ചൊവ്വ ഇവർക്ക് 12ാം ഭാവത്തിൻ്റെ അധിപനാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേട്ടങ്ങളൊന്നും കൂടുതലായിട്ട് വന്നു ചേരത്തില്ല. അതുപോലെ തന്നെ പരസ്പരം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാം. ചിലരുടെ ജീവിതത്തിൽ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. തൊഴിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ നഷ്ടപ്പെടാം. മേലധികാരികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടാം. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി, ബുദ്ധിപരമായ പരാജയം സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ, ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് 12 നിൽക്കുന്നത്. ബുദ്ധിപരമായിട്ടുള്ള പരാജയം, പിതാവ് മുഖേനയുള്ള പരാജയങ്ങളൊക്കെ സംഭവിക്കാം. മേലധികാരികൾ മുഖേനയുള്ള പരാജയങ്ങൾ സംഭവിക്കാം. ഗവൺമെൻറ്റിനും തിക്താനുഭവങ്ങൾ വന്നു ചേരാം. അപ്പോൾ ഇവരുടെ 12ാം ഭാവത്തിൽ ആരാണ് നിൽക്കുന്നത്? 12ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. 12ാം ഭാവത്തിൻ്റെ അധിപൻ 7 നിൽക്കുന്നു. ചൊവ്വ 7ലാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ 12ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു? 12ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. അപ്പോൾ ബുധൻ നിൽക്കുമ്പോൾ അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും വിദ്യ കൊണ്ടും പെൺമക്കളെ കൊണ്ടുള്ള അനുകൂലമായ അനുഭവങ്ങൾ അവർക്കുണ്ടാകും. അതൊരു വശമാണ്. അപ്പോൾ ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാം. ചിലർക്ക് ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും അനാവശ്യമായ ചിലവുകളുണ്ടാകാം. ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകാം. ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെയും ഇരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ മകരക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് ചൊവ്വാഴ്ച ദിവസം പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങൾ, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധമുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ അവർക്ക് 6ാം ഭാവത്തിൽ നിൽക്കുന്നു. അനുകൂലമായൊരു ഗ്രഹസ്ഥിതിയാണുള്ളത്. അപ്പോൾ 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, അത് നല്ലതാണ്. അവരുടെ 12ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, അത് നല്ലതാണ്. 10ൽ ബുധൻ നിൽക്കുന്നു, നല്ലതാണ്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും നേട്ടമാണ്. പക്ഷെങ്കിൽ അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാനുള്ള ഒരു സാധ്യത ചെറിയ രീതിയിലുണ്ട്. എങ്കിലും അതൊക്കെ ആശ്വാസകരമായി വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ്. ഏറ്റവും കൂടുതൽ നേട്ടങ്ങളുള്ളത് ഇപ്പോൾ കുംഭക്കുറുകാർക്കാണ്. അവരുടെ ഗ്രഹസ്ഥിതി കൊണ്ട് ഏറ്റവും അനുകൂലമായ ഒരു ജീവിത സാഹചര്യമാണ് കുംഭക്കുറുകാർക്കുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞാൽ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനി, അവർക്ക് ശനി എന്ന് പറയുന്നത് ശനിയുടെ സ്വക്ഷേത്രത്തിലാണല്ലോ. അപ്പം വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. എന്നാൽ ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്നവരെ ഉണ്ടെങ്കിൽ അതവരെ മാറ്റി നിർത്തുകയാണെന്ന് വിചാരിക്കുക. അവരെ മാറ്റി നിർത്തി മറ്റുള്ള പൊതുവായിട്ടുള്ള കാര്യം പറയുമ്പോൾ 4ൽ വ്യാഴം നിൽക്കുന്നു, നല്ലതാണ്. 6ൽ ചൊവ്വ നിൽക്കുന്നു, നല്ലതാണ്. അതുപോലെ തന്നെ അവർക്ക് പ്രധാനപ്പെട്ട ഗ്രഹമായ ബുധൻ അവർക്ക് 10ൽ നിൽക്കുന്നു.
സൂര്യൻ നിൽക്കുന്നു. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹമാണ്, സൂര്യനാണ്. ദോഷമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നേട്ടമാണ്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടമുള്ളൊരു സമയമാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഈ നേട്ടങ്ങൾ ഉള്ള സമയത്ത് ഇവരെയൊക്കെ ബുദ്ധിപൂർവ്വം ജീവിച്ചാൽ ജീവിത വിജയം നേടാം. അവസരങ്ങൾ പാഴാക്കരുത്. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നേട്ടമുള്ളൊരു സമയമാണ്, തൊഴിൽഗുണമുണ്ട്, എല്ലാ കാര്യങ്ങളും അനുകൂലമായ സമയമാണ്. എന്നാൽ ജന്മത്തിൽ നിൽക്കുന്ന ശനി ദോഷം ചെയ്യുന്നവർ വട്ടം കറങ്ങുന്നൊരു സമയം ആയിരിക്കും. പക്ഷെങ്കിൽ നേട്ടം വന്നു ചേരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണിപ്പോൾ. ആ നേട്ടത്തെ മനസ്സിലാക്കി നല്ലപോലെ ജീവിച്ചാൽ ജീവിതാഭിവൃദ്ധി ഇപ്പോൾ നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്, സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവരുടെ 2-ാം ഭാവത്തിൻ്റെയും ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ബലമുള്ളൊരു ചൊവ്വയാണ്. ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നു. പക്ഷെങ്കിൽ ഇവർക്ക് കുടുംബസുഖം, ധനപരമായ നേട്ടം കാര്യമായി ഉണ്ടാകണമെന്നില്ല. ഭാഗ്യക്കേടുകൾ വന്നു പറ്റാം. അതാണൊരു വിഷയം. ഭാഗ്യക്കേടുകളും സംഭവിക്കാം. ഭാഗ്യാനുഭവങ്ങളൊന്നും കൂടുതലായിട്ട് വന്നു ചേരണമെന്നില്ല. പുത്ര ദുഃഖം ചെറിയ രീതിയിലൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സുഖം, ധനം എന്നിവയിലും കുറവ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാത്തൊരു സാഹചര്യമാണ്. നീചനായ അല്ലെങ്കിൽ ബലമില്ലാത്തൊരു ചന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നേട്ടങ്ങളൊന്നും കാര്യമായിട്ട് ഇവർക്ക് വന്നു ചേരണമെന്നില്ല. എല്ലാ കാര്യങ്ങളും കുറവ് വരും. സുഖം, ധനം, കുടുംബം, അതുപോലെ തന്നെ ഭാഗ്യാനുഭവം എന്നിവയിലൊക്കെ കുറവ് വരും. പുത്ര ദുഃഖം ചിലരിലൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. പുത്രന്മാരെ കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നുമില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം അത്ര മെച്ചമായിരിക്കണമെന്നില്ല. ചന്ദ്രൻ ബലമില്ലാതെ 7-ലും 8-ലും പോകുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം അത്ര സുഖകരമാകണമെന്നില്ല. അങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. എങ്കിലും തൊഴിൽഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.